ഒരു പാവപ്പെട്ട പ്രവാസി സഹോദരൻ തൻ്റെ 2 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തൻ്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് മിണ്ടാതെ വരാൻ തീരുമാനിച്ചു. അവിടെ ശരിക്കും നെട്ടിയതും അത്ഭുതപ്പെട്ടതും ഈ പാവപ്പെട്ട സഹോദരനായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ മുന്നിലിരുന്ന് വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ സങ്കടമാണ്, ഉസ്താദെ, ജീവിതത്തിൽ ഒരർത്ഥമില്ലാതായി പോയല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയല്ലോ. 2 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചതും ആ പൊരി വെയിൽ കൊണ്ടതും എല്ലാം ഞാൻ എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവളോട് പറയാതെ അവളെ ഒന്ന് അമ്പരപ്പിക്കാൻ വേണ്ടി ഞാൻ ഗൾഫിൽ നിന്നും വന്നതാണ്. ഞാൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കയറിയത് മുതൽ എൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. വീട്ടിലേക്ക് വന്ന് കയറി ഭർത്താവിനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഭാര്യയ്ക്കില്ല. അങ്ങനെയുള്ള ഒരു ഫീലിങ്സും അവൾക്കില്ല. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് വീഡിയോ കോളിൽ വരുന്ന എൻ്റെ ഒരു ഭാര്യയെ ആയിരുന്നില്ല ഉസ്താദെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ. അവൾക്ക് സന്തോഷം ഇല്ല, അവൾക്ക് ഒരു ആനന്ദവുമില്ല. അവൾക്ക് തൻ്റെ ഭർത്താവ് 2 കൊല്ലം കഴിഞ്ഞ് വരുന്നതിൻ്റെ ഒരു സന്തോഷമുള്ള മുഖവും ഞാൻ അവിടെ കണ്ടില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് തട്ടി മാറ്റി അവളങ്ങ് വിഷയത്തിൽ നിന്നും അവൾ തെന്നി മാറി. പക്ഷെ എനിക്ക് തോന്നി ഉസ്താദെ, എന്തോ ഒരു പന്തികേട്, എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഞാൻ നേരെ പോയി അവളുടെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ അവളുടെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാനതൊന്ന് ചെക്ക് ചെയ്തു. അത് ചെക്ക് ചെയ്തപ്പോഴാണ് പൊന്നുസ്താദെ ഞാൻ ആകെ അത്ഭുതപ്പെട്ടത്. എൻ്റെ ഭാര്യ, നമ്മൾ പല ആളുകളുടെയും കഥകൾ കേട്ടിട്ടുണ്ട്. സ്വന്തം ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോയി എന്നും സ്വന്തം ഭാര്യ അവിഹിതത്തിൽ പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ അവിഹിതത്തിൽ പോയ കഥകളും ഭാര്യമാർ അവിഹിതത്തിൽ പോയ കഥകളും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഈ സഹോദരൻ പറയുന്നു, ഉസ്താദേ, 2 വർഷകാലം ഞാൻ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ മറ്റൊരാളുമായിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് തമർക്കുകയായിരുന്നു. പാവം, ഞാൻ വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ പണം അയച്ചു കൊടുക്കുമ്പോഴും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അവിടെ ത്യാഗം ചെയ്ത് നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ചിന്ത, പടച്ചവനെ, എൻ്റെ മക്കൾ, അള്ളാഹുവേ, എൻ്റെ ഭാര്യ, ഈ ഒരു ചിന്തയായിരുന്നു. ഉസ്താദേ, ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഇന്നേ വരെ ഞാൻ ഹറാമിലേക്ക് പോയിട്ടില്ല, ഒരു പെണ്ണിനെയും ഞാൻ ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ല, 100% എനിക്കുറപ്പാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഉസ്താദേ എൻ്റെ വൈഫ് എന്നെ ഇത്രമാത്രം ചതിക്കാൻ കാരണം? ഞാനിത് കണ്ടു. അത് ചോദിച്ചതിൻ്റെ പേരിൽ വലിയ വഴക്കും ഭയങ്കര പ്രശ്നമായി. വീട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും പ്രശ്നമായി. അവസാനം ദേഷ്യം വന്ന് അവൾ എന്ത് ചെയ്തു എന്നറിയങ്ങൾ? സാധാരണ ആണുങ്ങൾ ദേഷ്യം വന്ന് ഭാര്യനെ അങ്ങോട്ട് അടിച്ചിറങ്ങി പോവാറുള്ള, പക്ഷേ ഈ പെണ്ണ് ദേഷ്യം വന്ന് അവിടെയുള്ളൊരു കസാല എടുത്ത് മറിച്ചിട്ടിട്ട് അവളുടെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കിയിട്ട് അവൾ നേരെ വീട്ടിലോട്ട് പോയി. അതെ, അവളുടെ വീട്ടിലേക്ക് പോയി കുട്ടികളെയും കൊണ്ട്. ഈ സഹോദരൻ പറയാ, ഉസ്താദെ, ഗൾഫിൽ നിന്നും വന്ന ഞാൻ ആരോട് സങ്കടം പറയും? ഞാൻ ആരോട് എൻ്റെ വിഷമം പറയും? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള പ്രശ്നമാണെന്നല്ലേ കരുതൂ. ഞാൻ അവസരം കൊടുത്തിട്ടാണെന്നല്ലേ കരുതൂ. ഞാൻ മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാനാണ് അവൾക്ക് മൊബൈൽ മേടിച്ച് കൊടുത്തത്, ഇതൊക്കെ ഞാനാ ചെയ്തത്. ഞാൻ വകവെച്ച് കൊടുത്തിട്ടാണ് എൻ്റെ ഭാര്യ വഴി തെറ്റിയതെന്ന് ആളുകൾ പറയൂലേ. അത് പേടിച്ചിട്ട് ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. എന്നോട് ദേഷ്യം പിടിച്ച് എൻ്റെ ഭാര്യ ഇതെല്ലാം എടുത്ത് അവൾ ഇറങ്ങിപ്പോയി. അതിറങ്ങിപ്പോയിട്ട് ഇന്നേക്ക് 2 മാസം കഴിഞ്ഞു. ഞാൻ അവളെ കയ്യും കാലും പിടിച്ച്, നിന്റെ ഭാഗത്ത് വന്ന തെറ്റുകളൊന്നും ഞാൻ ഇനി ചൂണ്ടിക്കാണിക്കില്ല. നോക്കണം, നിങ്ങൾ ഒരു ചെറുപ്പക്കാരൻ പറയുന്നതാ, നിന്റെ അടുത്ത് വന്ന ഒരു തെറ്റും ഞാൻ ഇനി ചൂണ്ടിക്കാണിക്കൂല, ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ടു തന്നു, നീ വായോ, മക്കളെ കൂടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, മനുഷ്യനല്ലേ, തെറ്റ് പറ്റിപ്പോവും, സാരല്ല, പോട്ടെ എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടും ആ ഭാര്യ തിരിച്ചൊന്നു വരാനോ ഒരുമിച്ച് ജീവിക്കാനോ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴും അവളുടെ വീട്ടിലാണത്രേ താമസിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ, വലിയ സങ്കടത്തിലാണ്, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല, എൻ്റെ മക്കൾ, അവളും ആണ് എൻ്റെ ഏറ്റവും വലിയ ലോകം, അവളില്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മനുഷ്യനല്ല ഉസ്താദെ, അവളടുത്ത് വന്ന തെറ്റൊക്കെ ഞാൻ പുറത്തു കൊടുക്കുക, അവൾക്ക് ഞാൻ അവസരം കൊടുക്കുക, അവളൊന്ന് തിരിച്ചു വന്ന് എൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത നിസ്സഹായമായി പോയി.
മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭാര്യമാരൊക്കെ വഴി തെറ്റിപ്പോയാൽ നമുക്ക് സഹിക്കുമോ? നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമോ? ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ അതാണ് ആലോചിച്ചത്. ഒരു മനുഷ്യന് എങ്ങനെ ഇദ്ദേഹത്തിന് ഇത് പറയാൻ കഴിയണോ? ഇദ്ദേഹം പറയാ, അവളടുത്ത് വന്ന തെറ്റിന് ഞാൻ പുറത്തു കൊടുക്കുക ഉസ്താദേ, പക്ഷെ അവളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഭാര്യയുടെ ഫോണിൽ നിന്ന് മറ്റൊരാളുമായിട്ട് ചാറ്റിങ്ങും മറ്റു മോശപ്പെട്ട സംഭവം കണ്ട് പിടിച്ചെടുത്ത ഭർത്താവ് പറയാ, ഞാനത് പിടിക്കാൻ പാടില്ലായിരുന്നു, ഞാനത് കാണാൻ പാടില്ലായിരുന്നു, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ ആ പെണ്ണ് എത്രമാത്രം അഹങ്കാരത്തോടു കൂടിയായിരിക്കും ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക. ഞാനൊരുപാട് ആ സഹോദരനെ സമാധാനപ്പെടുത്തി, സാരല്ല മോനെ, പടച്ച റബ്ബല്ലേ, അള്ളാഹുവിൻ്റെ ഖളായിൽ എന്താണോ അതൊക്കെ നടക്കും, സങ്കടപ്പെടണ്ട, അള്ളാഹു ഇതിനൊരു പരിഹാരം ചെയ്തു തരും. എന്നിട്ട് ഞാൻ അവർക്കിടയിൽ നല്ല മഹബത്ത് ഉണ്ടാകാനുള്ളൊരു അമല് ഞാൻ പറഞ്ഞു കൊടുത്തു, ഒരു ദുആയും ഞാൻ പറഞ്ഞു കൊടുത്തു. ആ സഹോദരനെ സമാധാനപ്പെടുത്തി ഞാൻ പറഞ്ഞു വിട്ടു. ഞാൻ അപ്പം മുതൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്താണ് റബ്ബേ, വല്ലാത്തൊരവസ്ഥയാണല്ലോ. തെറ്റുപറ്റിയ ഒരാൾ ആ ഭാര്യ പൊട്ടിക്കരഞ്ഞ് ഭർത്താവിൻ്റെ കാല് പിടിച്ച് കരയേണ്ടതിന് പകരം അവൾ ഇറങ്ങിപ്പോയത്രേ. എന്തിന്? നീ ആരുമായിട്ടാണ് ഈ ചാറ്റ് ചെയ്തത്? നീ എന്തിനാണ് ഈ ചാറ്റ് ചെയ്തത്? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോയെന്ന് വെച്ച് ഇദ്ദേഹം ഒന്ന് റൈസ് ആയതിൻ്റെ പേരിലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭാര്യയെ അടിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറയാം, ഇല്ല ഉസ്താദേ, ഇത്രയും കാലത്തിനിടെ ഞാൻ അവളെ മേത്തങ്ങനെ തൊട്ട് വേദനിപ്പിച്ചിട്ട് പോലുമില്ല. എൻ്റെ പൊന്നു സഹോദരി, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് കള്ളു കുടിക്കാത്ത, പെണ്ണ് പിടിക്കാത്ത, ഹാൻഡ്സ് വെക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത നല്ല ഒരു ചെറുപ്പക്കാരനെ കിട്ടുക എന്നുള്ളത് ഏതൊരു പെണ്ണിൻ്റെയും വലിയ ആഗ്രഹമാണ്. ഏതൊരു മാതാപിതാക്കളും എന്ന് പറയുന്നത്, ഉസ്താദെ, എൻ്റെ മകളുടെ ഭർത്താവ് വളരെ മോശത്തിലാണ്, എൻ്റെ മകളുടെ ഭർത്താവ് വളരെ മോശപ്പെട്ട രീതിയിലാണ് നടക്കുന്നത്, കള്ളുകുടിക്കും, പെണ്ണ് പിടിക്കും, ലഹരി ഉപയോഗിക്കും, മറ്റെല്ലാ മോശപ്പെട്ട ചിന്തയും സ്വഭാവവും ഉള്ള ഒരാളാണ്, അദ്ദേഹത്തിനെ നന്നാക്കി തരാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ച് എത്രയെത്ര ഉമ്മമാര്, എത്രയെത്ര ഭാര്യമാര് വന്ന് സങ്കടം പറയുന്നു. ഉസ്താദെ, ഭർത്താവ് അവിഹിതത്തിലാണ്, ഉസ്താദെ, ഭർത്താവ് പണം തരുന്നില്ല ചെലവിന്, ഉസ്താദെ, ഭർത്താവ് മറ്റൊരു പെണ്ണുമായിട്ട് വളരെ മോശത്തിലാണ്. ഇങ്ങനെ ഭർത്താക്കന്മാരുടെ കുറ്റവും കുറവും പറയുന്ന എത്ര ഉമ്മമാര് സങ്കടം പറയുന്നുണ്ടെന്നറിയൂ. ആ സ്ഥാനത്ത് സങ്കടത്തോടുകൂടി ഒരു പെണ്ണിനെ കുറിച്ച് ഇത്രമാത്രം സങ്കടത്തോടുകൂടി ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം വന്നു പോയി. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്കൊരു പവിഴക്കല്ലാണ്, അതൊരു മരതകമുത്താണ്. അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളിപ്പോൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹവുമായി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നിടത്ത് നിങ്ങൾ പ്രശ്നം തുടങ്ങും, ഒരു സംശയവുമില്ല. നമ്മളെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണ് നമ്മൾ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം പുതിയ ഫോണ് നമ്മൾ തുടച്ച് നല്ല വൃത്തിയാക്കി മിനുക്കി കൊണ്ട് നടക്കും, അല്ലേ? അത് കഴിഞ്ഞാൽ നമ്മളിത് നിലത്ത് വെക്കാതെ കൊണ്ട് നടന്ന ഫോണ് പിന്നെ നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുള്ളൂ. നമ്മൾ അവിടെ എടുത്ത് വെക്കാറില്ലേ? ഒരു ചെരുപ്പ് പുതിയത് മേടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അത് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കും. എത്ര ദിവസം കൊണ്ട് നടക്കും? തുടക്കത്തിലുള്ള 1 ആഴ്ചയോ 2 ആഴ്ചയോ നമ്മൾ കൊണ്ട് നടക്കും. പിന്നെ നമ്മുടെ ചെരുപ്പ് നമ്മൾ സാധാരണ പോലെ യൂസ് ചെയ്യും. ഇതാണ് ജീവിതം. തുടക്കത്തിലുള്ള ആനന്ദം, തുടക്കത്തിലുള്ള സുഖം, തുടക്കത്തിലുള്ള എല്ലാം നശിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പ്രാക്ടിക്കലായി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങൾ നമ്മുടെ ലൈഫ് തന്നെ ഒന്ന് എടുത്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യ രാത്രി, അതിൻ്റെ പിറ്റേ രാത്രി, അത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരാഴ്ച നമ്മുടെ ലൈഫ് എന്തായിരുന്നു? നമ്മളിങ്ങനെ ഒട്ടിയൊരുമയിരുന്ന് എപ്പോഴും ചിരിയും കളിയും സംസാരവും, നമ്മൾ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് നമുക്ക് ഒരു പരിധിയില്ലാത്ത ആനന്ദം കണ്ടെത്തിയിരുന്ന ആ ഒരാഴ്ച സമയം കല്യാണം കഴിഞ്ഞിട്ട്, അല്ലേ? നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? എല്ലാവരുടെയും ലൈഫ് ഒരുവിധമൊക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ പതിയെ അത് കുറയൂലേ? അത് കുറയുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞു. എപ്പോഴും നമ്മളടുത്തുള്ള ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യങ്ങൾക്ക് കാണാനും സംസാരിക്കാനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ഫ്രീ കിട്ടും, അല്ലേ? 1 മണിക്കൂർ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ കിട്ടിയാൽ, ഈ മൊബൈൽ ഫോൺ 1 മണിക്കൂർ ഉപയോഗിക്കാൻ ഒരു കുട്ടിക്ക് കൊടുത്താൽ ആ 1 മണിക്കൂറും ആ കുട്ടി ആ മൊബൈൽ ഉപയോഗിക്കും, അതൊരു സംശയമില്ല. നേരെ മറിച്ച് ഒരു 3 ദിവസം നിന്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ 3 ദിവസത്തിൽ ഈ കുട്ടി മൊബൈൽ വെക്കുന്ന പല സമയങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, പുതുക്കത്തിലുള്ള ആനന്ദം കണ്ടിട്ട് ചാടുകയാണെങ്കിൽ
അതിനൊരു ഒടുക്കം വരാനുണ്ട്. ആ ഒടുക്കം എവിടെയെങ്കിലും വല്ല പുഴയുടെ ഓരത്തോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും വല്ല ശ്മശാനത്തിലോ എവിടെയെങ്കിലും വല്ല ആത്മഹത്യ ചെയ്ത റിസൾട്ടും ന്യൂസുകളും ഞങ്ങൾ തന്നെ കേൾക്കേണ്ടി വരും. അങ്ങനെ എന്തോരം കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തരം ഒരു മുസീബത്തിൽ പോയി പെടാതിരിക്കുക. പൊന്നുമോളെ, നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. അദ്ദേഹം ഭ്രാന്തനെ പോലെ അലയുകയാണ്, എൻ്റെ ഭാര്യ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ആ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകട്ടെ, വലിയ സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.